അന്യ സ്ത്രീകൾക്ക് ഹസ്തദാനം കൊടുക്കുന്നതിൻ്റെ വിധി എന്ത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അന്യ സ്ത്രീയുമായി ഹസ്തദാനം ചെയ്യുന്നത് അനുവദനീയമല്ല. മാത്രവുമല്ല, അയാൾ കുറ്റക്കാരനായി തീരുകയും ചെയ്യുന്നതാണ്. തൊബ്രാനി ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുന്നു: നിങ്ങളിൽ ഒരാളുടെ തലയിൽ ഇരുമ്പ് സൂചി തറക്കുന്നതാണ് അന്യസ്ത്രീയുമായി ഹസ്തദാനം ചെയ്യുന്നതിനേക്കാൾ അയാൾക്ക് നല്ലത് എന്ന്. ഈ ഒരു ഹദീസിൽ തന്നെ അള്ളാഹുവിൻ്റെ നിർദ്ദേശം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. മാത്രവുമല്ല, പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ, ഓ നബിയെ, അള്ളാഹുവോട് യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ലെന്നും മോഷ്ടിക്കുകയില്ലെന്നും വ്യഭിചരിക്കുകയില്ലെന്നും തങ്ങളുടെ മക്കളെ കൊന്നുകളയുകയില്ലെന്നും തങ്ങളുടെ കൈകാലുകൾക്കിടയിൽ വ്യാജവാദം കെട്ടിച്ചമച്ചു കൊണ്ടുവരികയില്ലെന്നും യാതൊരു നല്ല കാര്യത്തിലും തങ്ങളോട് അനുസരണക്കേട് കാണിക്കുകയില്ലെന്നും പ്രതിജ്ഞ ചെയ്തുകൊണ്ട് സത്യവിശ്വാസികൾ നിന്റെ അടുത്ത് വന്നാൽ നീ അവരുടെ സത്യപ്രതിജ്ഞ സ്വീകരിക്കുകയും അവർക്കു വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. 60-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വചനത്തിൽ പറഞ്ഞ ഈ വചനത്തെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളായ സ്ത്രീകളിൽ നിന്നും പ്രതിജ്ഞ സ്വീകരിച്ചിരുന്നു. അവരിൽ നിന്നും പ്രതിജ്ഞ സ്വീകരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ പ്രതിജ്ഞ സ്വീകരിച്ചിരിക്കുന്നു എന്ന് തിരുനാവ് കൊണ്ട് പറയുക മാത്രമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അള്ളാഹുവാണ് തിരുനബിയുടെ കരം ഒരു സ്ത്രീയുടെ കരസ്പർശനവും ഏറ്റിട്ടില്ല. മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിലാണ് ഇപ്രകാരം കാണാൻ സാധിക്കുന്നത്: പ്രതിജ്ഞയുടെ യഥാർത്ഥ രീതി ഹസ്തദാനത്തിലൂടെ സ്വീകരിക്കലായിരുന്നു എന്നത് ഒരു വാസ്തവം തന്നെയാണ്. എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ സ്പർശിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ സ്ഥിതി ഊഹിക്കാവുന്നതാണ്. വസ്ത്രം പോലുള്ള മറയോടുകൂടിയാണെങ്കിലും സ്ത്രീയുമായി ഹസ്തദാനം ചെയ്തുകൂടാ. എന്നാൽ ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിജ്ഞ സ്വീകരിച്ചതായി ഹദീസ് ഗ്രന്ഥങ്ങൾ തൊബ്രാനിയിൽ റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ അത് ദുർബലമാണെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. സ്ത്രീകളോട് പ്രതിജ്ഞ വാങ്ങുമ്പോൾ പ്രവാചകന്റെ കയ്യിൽ മേലങ്കി ഉണ്ടായിരുന്നുവെന്നാണ് മറ്റു ചിലർ പറയുന്നത്. പ്രവാചകനു പകരം സ്ത്രീകളിൽ നിന്നും പ്രതിജ്ഞ സ്വീകരിച്ചിരുന്നത് ഉമർ റളിയല്ലാഹു ആയിരുന്നുവെന്നാണ് മൂന്നാമതൊരു വിഭാഗം ആളുകൾ പറയുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടുകളൊന്നും പ്രബലമല്ല. മറയോടുകൂടിയാണെങ്കിലും ഹസ്തദാനം ചെയ്തുകൂടാ എന്നാണ് 4 ഇമാമുകളുടെ വീക്ഷണങ്ങളിലും പറയുന്നത്. എന്നാൽ ചികിത്സയ്ക്ക് വേണ്ടി സ്ത്രീയുടെ അഭാവത്തിൽ അന്യപുരുഷന് അവളെ സ്പർശിക്കൽ അനിവാര്യവുമാണ്. സത്യം സത്യമായി ഗ്രഹിച്ച് മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.